പുരുഷന്മാരുടെ അവകാശങ്ങൾ ഇല്ലാതായി, പക്ഷേ അവരുടെ പഴയ കടമകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ പുരുഷനായതുകൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കണം, കഴിയുന്നത്ര ഭാരം സ്വയം ഏറ്റെടുക്കണം. പുരുഷൻ ഇപ്പോഴും ഈ കടമകൾ നിറവേറ്റുന്നു. അതേസമയം അവന്റെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീ തന്റെ കടമകളെ നിരാകരിച്ചു, പക്ഷേ അവളുടെ പഴയ അവകാശങ്ങൾ അവൾ മുറുകെ പിടിച്ചിരിക്കുന്നു. ഫെമിനിസം എന്താണെന്ന് പുരുഷന് ശരിക്കും അറിയാമെങ്കിൽ അവൻ സ്ത്രീയോട് തിരിഞ്ഞു പറയും, നിന്റെ പഴയ ഉത്തരവാദിത്തങ്ങൾ ഇനിയില്ല എന്നത് ശരിയാണ്, പക്ഷേ ഇപ്പോൾ നിനക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. നിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ എവിടെയാണ്? നിങ്ങൾ സ്ത്രീയെ വീട്ടിലിരുത്തി നിങ്ങൾ അവൾക്ക് നൽകുന്ന പണം ഉപയോഗിച്ച് അവൾ നിങ്ങളെ ചൂഷണം ചെയ്യും. കാരണം ഈ അൺഏൺഡ് മണി ഒരു മനുഷ്യനെയും എവിടെയും എത്തിക്കില്ല. അതവനെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കും. അവർക്ക് ശക്തി നൽകുക, അറിവ് നൽകുക, ബലം നൽകുക, ബുദ്ധി നൽകുക, പുറത്തു വരാനും സ്വാഭിമാനികളാകാനും സ്വന്തമായി പണം സമ്പാദിക്കാനും അവരെ സഹായിക്കുക. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ജീവിതത്തിന്റെ ആഴവും ഉയരവും ആത്മീയ ജ്ഞാനവും ഇരുവർക്കും ഒരുപോലെ പ്രധാനമാണ്. ചൂഷണം ചെയ്യുന്നതും ചൂഷണം സഹിക്കുന്നതും ശരിയല്ല.